അസ്സലാമു അലൈക്കും. അബ്ദുൽ കാസർഗോഡാണ്. ഞാനിപ്പോൾ ഈ വീടുണ്ടാക്കുന്നത് നമ്മളെ 2024 ജനുവരി 22 നമ്മളെ രാമക്ഷേത്ര ഉദ്ഘാടനം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ ക്ഷണിച്ചെന്നും കുറേ ആൾക്ക് പോകുന്നു, കുറേ ആൾക്ക് പോകുന്നില്ലൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുന്നുണ്ട്. കോൺഗ്രസ് നമ്മളെ കേരളത്തിൻ്റെ ഘടകം എന്ത് പറയുന്നു, കേരളത്തിൽ നിന്ന് പോകുമോ പോയില്ലേ, അല്ലെങ്കിൽ സോണിയാഗാന്ധി പോവുമോ അല്ല മറ്റാൾ പോവുമോ, ഇങ്ങനെ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നയം നോക്കണം, കോൺഗ്രസിൻ്റെ നോക്കണം. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി നമ്മളിങ്ങനെ തിരിക്കുകയാണ് മുസ്ലിങ്ങളെ. അതുപോലെ മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും ഈ തിരിക്കുന്നതിന് മുസ്ലിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എന്ത് പറയുന്നതല്ലാണ്ട് അല്ലാതെ ഇതിപ്പോൾ ബാബരി പള്ളി പൊളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ഒന്നുമല്ല പ്രശ്നം. രാഷ്ട്രീയപരമായ മുതലെടുപ്പ് മാത്രം നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ മുസ്ലിങ്ങളെ കരുവാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൊണ്ടുവന്നത് എല്ലാവരും ആരായാലും രാഷ്ട്രീയക്കാരും കോടതി ആയാലും ആരും മുസ്ലിങ്ങളിങ്ങനെ കരുവാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊന്നും ഇതിന് പിന്നിലില്ല. രാമക്ഷേത്രം കെട്ടുക എന്നുള്ളത് അത് എല്ലാവരും ഒരു അഭിലാഷമായിരുന്നു. അമ്പലം പൊളിച്ചിട്ട് പള്ളി കെട്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ പ്രചരണത്തിൽ അവസാനം എല്ലാം കഴിഞ്ഞ് കോടതി അങ്ങനെ വിധിയൊക്കെ വന്നിട്ട് എല്ലാം ഈ പള്ളിക്ക് സ്ഥലം കൊടുത്ത് അവർ അമ്പലത്തിന് സ്ഥലം കൊടുത്ത് അമ്പലം കെട്ടി. എന്നാൽ അമ്പലത്തിന് ഉദ്ഘാടനത്തിന് പോകുന്നതിന് നമ്മതിന് കോൺഗ്രസ്സുകാരുടെ മുസ്ലിങ്ങൾ എതിർക്കുന്നു. നമുക്ക് എന്ത് അല്ലെങ്കിൽ കേരള ഘടകത്തിൻ്റെ അഭിപ്രായം അറിയാനുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തത്തിൽ BJP ഉള്ളൂ. കാരണം കേരളത്തിൽ മാത്രം എന്തെങ്കിലും ഈ ലീഗ് ഒരുമിച്ചുള്ളത് കൊണ്ട് മാത്രം ഇവിടെ കോൺഗ്രസ് ഒരു ചെറിയൊരു അങ്ങനെ തന്നെ പറയുന്നതല്ലാതെ കണ്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആണ്. കാരണം ലീഗ് ഇപ്പോൾ കോൺഗ്രസിന് വിട്ടിട്ട് മാർക്സിസ്റ്റിൽ പോയാൽ അപ്പം തന്നെ ഈ കാണുന്ന എല്ലാ കോൺഗ്രസ്സുകാരും BJPയിൽ പോകും. പിന്നെ തീർന്നില്ല പ്രശ്നം. അപ്പോൾ ഈ ലീഗ് എന്തുകൊണ്ട് പോകാണ്ടിരിക്കുന്നതെന്ന് അതാണ് പ്രശ്നം. ലീഗ് പോകാണ്ട് നിൽക്കുന്നതന്നെ ഇവർ അറിഞ്ഞിട്ട് തന്നെയാണ് പോകാണ്ട് നിൽക്കുന്നതല്ല, ലീഗിന് ശരിക്കും നല്ല പോലെ അറിയായത്. കാരണം ലീഗ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോയാൽ പിന്നെ കിടക്കും. കാരണം ലീഗിന് വേറൊരു പാർട്ടിയിലാണ് പോകാൻ. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോയെങ്കിലും പിന്നെ എനിക്ക് കേട്ട് കോൺഗ്രസ് ഇല്ല, ലീഗിൻ്റെ കേട്ട് കോൺഗ്രസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ കോൺഗ്രസ്സുകാരൻ കംപ്ലീറ്റ് ഇപ്പോൾ അതിന് പോകും. കാര്യം ഇപ്പോൾ 1-2 ഇപ്പോൾ ഇന്നലെയായിട്ട് പോയല്ലോ പാർട്ടി ഇന്ന് മാറിയിട്ട് കണ്ടുവരുന്ന കോഴിക്കോട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന അവസ്ഥയ്ക്ക് ഇപ്പം നമ്മൾ കാണുന്നത്. എന്തിനു ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ നയം. കോൺഗ്രസിന് എന്ത് നയമുള്ളത്? കോൺഗ്രസ്സിന് ഒരു നയവുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതിന് സംശയിക്കാനൊന്നുമില്ല. കാരണം 49 പണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തും കോൺഗ്രസിൻ്റെ എന്നുള്ളത് ഇന്ത്യയിൽ. അതിനുശേഷമുള്ള എല്ലാ കാര്യവും നടക്കുമ്പോഴും കോൺഗ്രസിൻ്റെ എന്നുള്ളത്. പള്ളി പൊളിക്കുമ്പോഴും ഉണ്ട് കോൺഗ്രസ്. ശിലാന്യാസത്തിന് തുറന്നു കൊടുത്തതും കോൺഗ്രസ് തന്നെയാണ്. സ്ഥിരമായിട്ട് അവിടെ പൂജ വയ്ക്കുന്ന ഒരു സാഹചര്യം കൊടുത്തും കോൺഗ്രസ് തന്നെ. പള്ളി പൊളിക്കുമ്പോഴുണ്ട് അവിടെ തന്നെ പള്ളി കെട്ടു 100 പറഞ്ഞിന്. അവസാനം കോടതിൻ്റെ വിധി വന്നിട്ടാകുമ്പം അതിനെ മുസ്ലിങ്ങൾ മാനിക്കും സ്വീകരിക്കുകയും ചെയ്ത് അവസാനം മുസ്ലിങ്ങൾക്ക് പള്ളി കൊടുത്ത് പള്ളി കെട്ടാൻ സ്ഥലം 5 ഏക്കർ വേറെ കൊടുക്കാനും ഇവിടെ അമ്പലം കെട്ടാൻ തീരുമാനിച്ചു. അത് കോടതി പറഞ്ഞ വിധി നമുക്ക് അറിയുന്നില്ലേ. കാരണം പള്ളി അവിടെ പൊളിച്ച് അമ്പലം പൊളിച്ചെന്ന് തെളിവൊന്നുമില്ലാന്ന്. പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും അവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്ന്, രാമക്ഷേത്രം അവിടെ പണിയണമെന്നും മുസ്ലിങ്ങൾ വികാരമൊന്നും അത് മാനിച്ചു കൊണ്ടാണ് കോടതി വിധിക്കുന്നത് കോടതി പറഞ്ഞതിന്. അപ്പോൾ ഇങ്ങനെ വികാരം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നടക്കുമെന്ന് ഉറപ്പായല്ലോ. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ജാൻബാബി പള്ളീനും കാണുന്നില്ലേ. റോഡിൽ പോകുന്ന ആരോ പറഞ്ഞ് ആ പള്ളിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പൂജിക്കേണ്ട സ്ഥലമുണ്ട്, പൂജ നടത്തേണ്ട സ്ഥലമുണ്ട്, ആരാധിക്കേണ്ട സ്ഥലമുണ്ട്. അതിനാണിപ്പം കോടതി കടലാസിൽ സ്വീകരിച്ചിട്ടുള്ളത്, കേസെടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യ രാജ്യം. എന്തിനു പറയുന്നത് നമുക്ക് ഇന്ത്യന് മനസ്സിലായിട്ടില്ല, പിന്നെ കോൺഗ്രസ്സിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മുസ്ലിം നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയട്ടെ. കാരണം AP ഉസ്താദും സമസ്തൻ്റെ ആളൊക്കെ ഇത് പറഞ്ഞ് കോൺഗ്രസിൻ്റെ നയം എന്ത് നോക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കോൺഗ്രസ്സിന് മനസ്സിലായിട്ടില്ലേ? ഈ എല്ലാം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് തന്നെ എന്നുള്ളത്. ഇപ്പോൾ അതാ കുറ്റിയടിക്കുന്ന സമയത്ത് ആ സമയത്ത് പറഞ്ഞില്ലേ കുറ്റിയടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിൻ്റെ പെങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അഭിലാഷമായിരുന്നു രാമക്ഷേത്രം. പിന്നെ ഇന്ത്യ അതിനെപ്പുറം വേണ്ടത്. പിന്നെ ആര് സോണിയാഗാന്ധി പോകുന്നത് നമ്മുടെ പ്രശ്നം. വെള്ളിൻ്റെ ഇഷ്ടിക കൊടുത്തിന് ചുമരന് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞ്, ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞ്. ഇനി നമ്മളെന്തിനാന്ന് വെറുതെ കോൺഗ്രസ്സുകാർ ഇതിന് പോകുന്നോ ഇല്ലയോ എന്ന് ഞമ്മ പറയുന്നു. ഞമ്മത് പറയാൻ നിൽക്കണ്ട. കാരണം മുസ്ലിങ്ങൾ എന്തെന്ന് പറയാമെന്നാണ് ഹിന്ദുക്കളെ യഥാർത്ഥത്തിലുള്ള അവരുടെ പരിപാടി അതാണ്. നമ്മൾ എന്താണ് അഭിപ്രായം എന്നറിയാൻ വേണ്ടി മാത്രമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇന്ന് വരെ ഇപ്പോൾ അമ്പലം കെട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മതേതരത്വ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇത്രയും നല്ല സുന്ദരമായ ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ഇവരെല്ലാവരും കൂടിയിട്ട് അമ്പലം കെട്ടുന്നതിന് മുമ്പ് ഇവരാരെങ്കിലും പറഞ്ഞാൽ പള്ളി കൂടി കെട്ടിയിട്ട് അതിൻ്റെ ഉൾക്കാടാൻ ഏതെങ്കിലും ഹിന്ദുക്കൾ പറഞ്ഞാൽ ഇതുവരെ പള്ളി കൂടി കെട്ടിയിട്ടായിട്ട് പള്ളി പൊളിച്ചതിൻ്റെ പ്രശ്നത്തിൽ നമ്മളിപ്പോൾ അമ്പലം കെട്ടിയിട്ടുള്ള പള്ളിയൊക്കെ അയച്ചുള്ളത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് ഈ സമുദായത്തിനായിട്ട് ഇങ്ങനത്തെ ഒരു വിദ്വേഷം പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ഉൾക്കാട് നമ്മൾ ഇപ്പോൾ വേണ്ട, പള്ളിയും കൂടെ അയച്ചാട്ടെ. എന്നിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് രണ്ടാം കൂടെ നല്ല സൗഹാർദ്ദം. അപ്പോൾ അതല്ല ഇവിടെ പ്രശ്നം. മുസ്ലിങ്ങളെ പ്രശ്നം അവർക്ക് പ്രശ്നമൊന്നുമല്ല. കാരണം വെച്ചെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ ഇതുവരെ ചോദിച്ചിനാ പള്ളി കെട്ടാൻ വേണ്ടി ജാഗ കൊടുത്തില്ല, ആ പള്ളി കെട്ടിച്ചതിനെന്ന് ചോദിച്ചിനാ, അല്ല അതിന് കൊടുത്ത രേഖ നേരെ ഉണ്ടെന്ന് ചോദിച്ചിനാ,
അല്ല അതിൻ്റെ എന്തെങ്കിലും വേറെ പ്രവർത്തനം നടക്കുന്നു ഏതെങ്കിലും ഒരു ഹിന്ദു ചോദിച്ചിനാ? ഇല്ല. ഇപ്പോൾ ഉദ്ഘാടന സമിതി എന്തിനു വേണ്ട ഈ ചർച്ചാ വിഷയം കൊണ്ടിരുന്നത്? എല്ലാ കാര്യത്തിനും സഹകരണം കോൺഗ്രസ് ഉണ്ട് ഈ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ അവർ ഉദ്ഘാടനത്തിന് പോകുന്ന ഞമ്മക്ക് എന്തിവിടെ പ്രശ്നം? അതുകൊണ്ട് മുസ്ലിങ്ങളാരും ഇതിനെപ്പറ്റി അഭിപ്രായം പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞമ്മ അഭിപ്രായം പറഞ്ഞാൽ തീവ്രവാദികളാവും, അല്ലെങ്കിൽ മതവാദികളാവും, അല്ലെങ്കിൽ മുന്നേ അമ്പലം പൊളിച്ച ആളെ പിൻഗാമികളായിട്ട് നമ്മളെ മാറ്റൂർ. ബാബറ പിൻഗാമികളാണ് ഇവർ. അവർ കണ്ട ഇതിനെതിർന്നറി. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പറയാനും പറയിപ്പിക്കാനും മുസ്ലിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഇന്ത്യയിലൊരു മതതീവ്രവാദികളാക്കിയിട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന എല്ലാവർക്കും ഉള്ളത്. കോൺഗ്രസ്സുകാരനായാലും എല്ലാവർക്കും ഉള്ളത്. ഇതിങ്ങനെ ചർച്ച ചെയ്ത് എൻ്റെ വിവരിക്കേണ്ട രാഷ്ട്രീയമല്ല, ഇത് രാഷ്ട്രീയമായി ഇവർ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് മറ്റേ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനക്കനുസരിച്ച് ആരാണ് ചർച്ച ചെയ്യുന്നുള്ളത്? ഏതെങ്കിലും ഒരു ഹിന്ദു ചോദിച്ചാൽ പള്ളി കെട്ടിച്ചായൊന്ന് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് മതസൗഹാർദ്ദമുള്ള രാജ്യം, ജനാധിപത്യ രാജ്യം എന്നല്ല പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം എല്ലാവരും ഹൃദയത്തിന് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പള്ളീൻ്റെ പ്രശ്നം മാറാൻ എല്ലാവരും ഹൃദയം ക്ലിയറാൻ വേണ്ടിയിട്ട്, സാഹോദര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആ പള്ളിയും കൂടെ ആയിട്ടാകുമ്പം അമ്പലവും പള്ളി രണ്ടും ഉദ്ഘാടനമായിരുന്നു ഒന്നാകെ. എന്നാൽ നമ്മൾ ജനാധിപത്യം എന്ന് പറയായിരുന്നു. ഏതായാലും ഇപ്പോൾ ജനാധിപത്യം ഏകജാതിയൊന്നും വേണ്ട. ഇപ്പോൾ ഈ നടക്കുന്നതിന് പോട്ടെ, അവർ ഉദ്ഘാടനത്തിന് പോയിക്കോട്ടെ. കോൺഗ്രസ്സുകാർ ഉദ്ഘാടനത്തിന് പോവുകയോ സ്വീകരിക്കുകയോ ആഘോഷിക്കുകയോ എന്തുകൊണ്ട് ചെയ്തോട്ട് മുസ്ലിങ്ങൾ അതിനെപ്പറ്റി അഭിപ്രായം പറയണ്ട. അപ്പോൾ നമ്മൾ മുസ്ലിമിൻ്റെ പണ്ഡിതന്മാരും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതൊരു കോൺഗ്രസിൻ്റെ നയം അനുസരിച്ചായിട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. അതുകൊണ്ട് കോൺഗ്രസിന് പിന്നെ നയം നോക്കാൻ നടക്കുന്നു വേണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ലീഗ് വിടുകയാണെങ്കിൽ അപ്പം തന്നെ ഇടയിലുള്ള എല്ലാവരും BJP കാരാവും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ എന്തിനു പിടിക്കുന്നത്? കാരണം സുധാകരൻ പറയുന്നതെന്നില്ലേ, ഞമ്മ വേണ്ടത് RSൽ പോകുന്നില്ല പറയുന്നത് കോൺഗ്രസ്സുകാരുടെ 2 നടുവ് എഴുതുന്നത്. തരൂർ പറഞ്ഞ കണ്ടിരുന്നില്ലേ? നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ യുദ്ധത്തിൻ്റെത് പലസ്തീൻ്റെ ഐക്യതാൻ്റെ റാലിയിൽ സംസാരിച്ചതിനെ പറ്റി ഇന്നലെ അവർ പറഞ്ഞില്ല. അത് കോൺഗ്രസിൻ്റെ നയമാണ്. എൻ്റെ ആയിട്ട് പറഞ്ഞത് എനിക്ക് തിരുത്താനൊന്നുമില്ല. ഇതാണ് കോൺഗ്രസ്സുകാരുടെ. പിന്നെ നിങ്ങൾക്ക് എന്നെ തിരുത്തി കാണണ്ടേ? അതുകൊണ്ട് കോൺഗ്രസ് വേറെ പ്രതീക്ഷിക്കൊന്നും വേണ്ട. കേരളം വിട്ടതെല്ലാം RSSേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു കോടതി വിധിയും കാര്യവും അമ്പലും ഇതെല്ലാം ഉണ്ടല്ലോ. നമുക്കൊരു വിശ്വാസം ഉണ്ട്. എന്തറിയോ? പടച്ചോൻ്റെ ഒരു നിയമമുണ്ട്, ഒരു വിധിയുണ്ട്. അത് തീർച്ചയായിട്ടും നടപ്പാവുന്നത് മാത്രമേ നമുക്ക് ആശ്വാസമുള്ളൂ. കാരണം ഓനാരും വഞ്ചിക്കില്ല. നമ്മളെ പല ആളും വഞ്ചിച്ചിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളെ. പക്ഷേ അല്ലാഹു തആല ഒരാളും വഞ്ചിക്കില്ല. അല്ലാഹു തആല നീതി നടപ്പാക്കും, അത് ഉറപ്പാണ്. ആ വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലയുടെ നീതി നടപ്പാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ട് എന്ന് ക്ഷമിക്കണം. അടുത്ത വീഡിയോ വന്നവർക്കും എല്ലാവർക്കും ജയ് ഹിന്ദ്.